ഹായ് ഹലോ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം കേട്ടോ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും നന്ദി പറയുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് മുന്നോട്ട് ഉണ്ടാവണം. ഈ വർഷത്തെ എൻ്റെ ലാസ്റ്റ് വീഡിയോ കേട്ടോ. ഞാൻ തമ്പനയിലിൽ കൊടുത്ത പോലെ തന്നെ ഞാൻ പറയുന്നു, ഇത് വർഷത്തെ എൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. ഏതാനും മണിക്കൂറുകൾ, അതായത് 2-3 മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമ്മുടെ ഈ വർഷം അവസാനിച്ചു. ഇനി പുതിയൊരു വർഷമാണ്. ഈ കഴിഞ്ഞ വർഷത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ എത്രയോ നമുക്ക് പറയാനുണ്ടാവും. സുഖസന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി മാറി വന്ന ഒരു വർഷം തന്നെ ആയിരിക്കും നമുക്ക് കഴിഞ്ഞ വർഷത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ തന്നെ കുറേ കാര്യങ്ങളുണ്ടാവും. ഈ വട്ടം വരുന്ന വർഷം 2026 ഇതുപോയി ഈ കഴിഞ്ഞു പോയ വർഷത്തെ പോലെ അല്ലാണ്ട് അതിലും ഏറ്റവും മനോഹരമായി നല്ലൊരു ജീവിതം നമ്മുടെ മുന്നോട്ടുണ്ടാവട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞാൻ ഈ വർഷം 2025 ആദ്യം തന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടി എനിക്ക് അങ്ങനെ വീഡിയോസ് ഇടാനോ ഒന്നും ഉള്ളൊരു ഇല്ലായിരുന്നു. ഇപ്പം ഞാൻ റെഗുലറായിട്ട് അങ്ങനെ വീഡിയോസ് ഇടുന്നില്ലെങ്കിലും ഇടയ്ക്ക് മുട്ടിനൊക്കെ ഞാൻ ഇട്ട് പോകുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി ഇതിൽ നിന്നൊരു ഇൻകം പ്രതീക്ഷ കൊണ്ടാണ് ഞാൻ ഇടുന്നത്. അതുകൊണ്ട് അതെനിക്ക് സാധ്യമാവട്ടെ, 2026 അവസാനിക്കുന്നതിന് മുന്നേ എനിക്ക് സാധ്യമാവട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ എൻ്റെ അപ്പുറം തന്നെ മുന്നോട്ട് വരുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടും ഞാൻ പറയുന്നു, നല്ല രീതിയിൽ തന്നെ നിങ്ങളും എന്നേക്കാൾ മികച്ച ലെവലിൽ നല്ല ലെവലിൽ തന്നെ വീഡിയോസൊക്കെ ഇട്ട് നല്ല ലെവലിൽ എത്തിപ്പെടട്ടെ എന്ന് ഞാൻ തമ്പുരാനോട് അപേക്ഷിക്കുന്നു കേട്ടോ. പിന്നെ കഴിഞ്ഞ 2025 കുറിച്ച് എനിക്ക് പറയാനുള്ളത്, കുറേ ആളുകളുടെ മുഖങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. പലരും നമ്മളെ പൈസയ്ക്ക് വേണ്ടിയിട്ടും അല്ലാണ്ടൊക്കെ ആട്ടോ കരുവാക്കുന്നത്. ചിലർക്ക് ഓരോരോ ഉപകാരം ചെയ്യേണ്ടിയിട്ട്, അല്ലാത്ത പക്ഷം നമ്മളോട് ആർക്കും തന്നെ സ്നേഹമില്ല. നമുക്കൊരു അസുഖം വന്നാലോ തിരിഞ്ഞു നോക്കാനോ ഒന്നും ഒരു മനുഷ്യരുണ്ടാവില്ല. നമ്മൾ തന്നെ ഉണ്ടാവും, അല്ലാണ്ട് വേറെ ആരും ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ നമ്മളെ സഹായിച്ചവരും കുറേ പേരുണ്ട്. അവരെയൊക്കെ നമ്മളെന്നും നമ്മുടെ സ്മരണയിൽ ഓർക്കണം. പക്ഷെ അത്രമേൽ നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ, മാനസികമായിട്ട് തളർന്ന് നിൽക്കുമ്പോൾ കുറ്റപ്പെടുത്താണ്ടും ഒന്നും ചെയ്യാണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ചില ആളുകളുണ്ടാവും. അവർ നമ്മുടെ എന്നും വിലപ്പെട്ട ആളുകൾ തന്നെ ആയിരിക്കും കേട്ടോ. അവർക്ക് എല്ലാവർക്കും നല്ലത് തന്നെ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ 2026 ഞങ്ങൾക്കൊരു സ്വപ്നമുണ്ട്, അത് സാധിക്കാനാവട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് സാധിച്ചിട്ട് ഞാൻ പറയാം. ഇനി ഞാൻ മുന്നോടിയായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ എന്തൊക്കെ മുന്നോടിയായിട്ട് പറഞ്ഞിട്ടുണ്ടോ അതൊന്നും എനിക്ക് നടന്നിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ പോയി കുറേ ദിവസം നിൽക്കണമെന്ന് പറയും. പക്ഷേ എൻ്റെ വീട്ടിൽ പോയി എനിക്ക് കുറേ ദിവസം നിൽക്കാൻ പറ്റത്തില്ല. ചില മക്കൾ സമ്മതിക്കത്തില്ല, അതുകൊണ്ട് തന്നെ കേട്ടോ. അതൊന്നും ഇല്ലാണ്ട് മനസ്സിലെ ആഗ്രഹങ്ങളൊന്നും തുറന്ന് പറയാണ്ട് മനസ്സിൽ അത് നടന്നതിന് ശേഷം മാത്രം പറയുക, എന്നാൽ മാത്രമേ ഇത് സക്സസ് ആവും. പിന്നെ സന്തോഷം എന്ന് വെച്ചാൽ ഈ വർഷം അവസാനിക്കുന്നതിനൊരു സന്തോഷമാണ് കേട്ടോ. പലരും ഓരോ സ്ഥലങ്ങളിൽ പോയിട്ടൊക്കെ ആയിരിക്കും ന്യൂ ഇയർ ആഘോഷിക്കുക. നമുക്ക് അങ്ങനെ പുറത്തൊന്നും പോകാനുള്ളൊരിതില്ല. നമ്മൾ വീട്ടിൽ തന്നെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഇവിടെയൊക്കെ ആഘോഷം തന്നെയായിരിക്കും. രാത്രി 12 മണിക്ക് എല്ലാവരും പടക്കം പൊട്ടിക്കുകയും പിന്നെ ചെക്കന്മാരൊക്കെ കറങ്ങാൻ പോകുകയും ഒക്കെ ഉണ്ടാവും. ഏട്ടനൊക്കെ പോയിട്ടുണ്ടാവും, എന്നോട് പറയത്തില്ല. ഞാൻ ചീത്ത പറയുന്നു പറഞ്ഞിട്ട് ഏട്ടനോട് പറയത്തില്ല. അവരൊക്കെ കറങ്ങാനും അങ്ങനെയൊക്കെ പോയിട്ടുണ്ടാവും. അവർക്കൊക്കെ ഒരു വൈബല്ലേ. നമ്മൾ കേക്ക് മുറിക്കുന്നൊരു ശീലമല്ല. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണേ. ബൈ.